ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ് ജാവയിൽ. അപ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമ്മൾ C++ൽ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ, കഴിഞ്ഞ തേർഡ് സെമസ്റ്ററിൻ്റെ ഊപ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ജാവയിലും ജസ്റ്റ് ഏകദേശമൊക്കെ അതേപോലെ തന്നെയാണ്, അതേ സിൻറ്റാക്സ് ഒക്കെ തന്നെയാണ് നമ്മൾ ജാവയിലും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹാൻഡിൽ ചെയ്യുന്നതിൽ കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്ഷൻസ് ആർ എറേഴ്സ് ദാറ്റ് ഒക്കർ അറ്റ് റൺ ടൈം. ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എറേഴ്സ് ഉണ്ടാകും, അത് നമ്മൾ ജസ്റ്റ് സിൻറ്റാക്സ് എറേഴ്സ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ സിൻറ്റാക്സ് എറർ ഒന്നും ഇല്ലാതെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് എക്സെപ്ഷൻ എന്ന് പറയാം. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഈസ് എ മെക്കാനിസം ടു ഹാൻഡിൽ റൺ ടൈം എറേഴ്സ്. അപ്പോൾ റൺ ടൈമിൽ ഉണ്ടാകുന്ന എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന മെക്കാനിസത്തിന് പറയുന്ന പേരാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ഓക്കെ, അല്ലെങ്കിൽ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യുന്ന മെക്കാനിസത്തിന് പറയുന്ന പേരാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ഇൻ ജാവ ഓൾ എക്സെപ്ഷൻസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ക്ലാസസ്. ജാവയിൽ ഈ എക്സെപ്ഷൻസിനെല്ലാം, അതായത് റൺ ടൈമിൽ വരാൻ സാധ്യതയുള്ള എറേഴ്സിനെല്ലാം ക്ലാസസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ജാവ ലൈബ്രറിയിൽ ഒരുപാട് എക്സെപ്ഷൻ ക്ലാസസ് ഉണ്ട്. അപ്പോൾ ഒരു ജാവ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്തൊക്കെ ടൈപ്പ് എറേഴ്സ് വരാൻ സാധ്യതയുണ്ടോ അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് എക്സെപ്ഷൻ ക്ലാസസ് ജാവയിൽ ഓൾറെഡി ഉണ്ട്, ബിൽറ്റിനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ടൈപ്പ് എക്സെപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വെൻ എൻ എക്സെപ്ഷൻ ഒക്കേഴ്സ് ഇൻ എ പ്രോഗ്രാം, ഒരു പ്രോഗ്രാമിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ an object of the corresponding exception class is generated. അപ്പോൾ ആ എക്സെപ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ് ജനറേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഓൾ എക്സെപ്ഷൻ ക്ലാസ്സസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ സൂപ്പർ ക്ലാസ് ത്രോവബിൾ. ഞാൻ പറഞ്ഞ് ജാവയിൽ ലൈബ്രറിയിൽ ഒരുപാട് എക്സെപ്ഷൻ ക്ലാസ്സസ് ഉണ്ട്. ആ ക്ലാസ്സിൻ്റെ എല്ലാം സൂപ്പർ ക്ലാസ്സിനെ പറയുന്ന പേരാണ് ത്രോവബിൾ. ഒരു ക്ലാസ്സിൻ്റെ പേരാണ് ത്രോവബിൾ. ഈ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സസ് ആയിട്ടാണ് ബാക്കിയുള്ള ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സെപ്ഷൻ? എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ജാവയിൽ എക്സെപ്ഷൻസിനെല്ലാം ക്ലാസ്സസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സെപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ജനറേറ്റ് ആവുക. എക്സെപ്ഷൻസ് ഇൻ ജാവയിൽ എന്തൊക്കെ ടൈപ്പ് എക്സെപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ എക്സെപ്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജാവയിലെ എക്സെപ്ഷൻ ക്ലാസ്സസ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് എക്സെപ്ഷൻ ക്ലാസ്സിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന ക്ലാസ്സിൻ്റെ പേരാണ് ത്രോവബിൾ. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല. ആ ക്ലാസ്സിൻ്റെ രണ്ട് സബ് ക്ലാസ് ആണ്, ഒന്ന് എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സും ഒന്ന് എറർ എന്ന് പറഞ്ഞ ക്ലാസ്സും. ഇത് രണ്ടും ക്ലാസ്സിൻ്റെ പേരാണ് എക്സെപ്ഷനും എററും. ഇനി ഈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സസ് ആയിട്ട് വരുന്നതാണ് IO എക്സെപ്ഷൻ, SQL എക്സെപ്ഷൻ, ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, റൺ ടൈം എക്സെപ്ഷൻ. ഇനിയും താഴേക്ക് ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, ഏകദേശം 100-200ഓളം എക്സെപ്ഷൻ ക്ലാസ്സസ് ഒക്കെ ആയിട്ട്, ക്ലാസ്സും സബ് ക്ലാസ്സസ് ആയിട്ട് അവൈലബിൾ ആണ് ജാവയിൽ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്രമേ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയെങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ എക്സെപ്ഷൻ ക്ലാസ്സിൻ്റെ ഒരു സബ് ക്ലാസ് ആണ് IO എക്സെപ്ഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും IO ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് റൺ ടൈം എറേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പം ജനറേറ്റ് ചെയ്യുന്ന എററാണ് IO എക്സെപ്ഷൻ എന്ന് പറഞ്ഞ എറർ. അതുപോലെ SQL എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡാറ്റാബേസ് ഒക്കെ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ SQL ക്വറീസ് ഒക്കെ കൊടുക്കും അല്ലേ. അപ്പോൾ ഈ SQL ക്വറീസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ഇല്ലാത്ത ഒരു ടേബിളിനകത്ത് നിന്ന് ഡാറ്റ ഒക്കെ എടുക്കാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ടേബിളിൽ സെർച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിളിൻ്റെ അങ്ങനെ ഒരു ടേബിളേ ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ അവിടെയൊക്കെ എറർ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് SQL ടൈപ്പ് ക്വറീസിനെ കൊണ്ടാണെങ്കിൽ അതിനെ SQL എക്സെപ്ഷൻ എന്നാണ് പറയാം. ഓക്കെ, അതുപോലെ ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. ഇപ്പോൾ ഇല്ലാത്തൊരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കോൾ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്ലാസ് തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ ആ ഇല്ലാത്ത ക്ലാസ് ആണെങ്കിൽ ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ ക്ലാസ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ എക്സെപ്ഷനാണ് ഉണ്ടാവുക. അതുപോലെ റൺ ടൈം എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല. ഇതിൻ്റെ സബ് ക്ലാസ് ആയിട്ട് വരുന്ന അരിത്മെറ്റിക് എക്സെപ്ഷൻ ഉണ്ട്, ഡിവിഷൻ ബൈ സീറോ എക്സെപ്ഷൻസ് ഉണ്ട്, അതുപോലെ ഇഷ്ടംപോലെ എക്സെപ്ഷൻസ് ഇതിൻ്റെ സബ് ക്ലാസ്സസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്രയെങ്കിലും നമ്മൾ ഓർത്ത് വെക്കാം. അപ്പോൾ ഇതൊക്കെ എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സസ് ആണ്. അതുപോലെ തന്നെ എറർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സസ് ആയിട്ട് 3-4 ഉണ്ട്. അതിലൊന്നാണ് സ്റ്റാക്ക് ഓവർഫ്ലോ എറർ. അപ്പോൾ സ്റ്റാക്ക് മെമ്മറി ഓവർഫ്ലോ ആവുന്ന സമയത്ത്
ഒരു എറർ ഉണ്ടാവും ഡിഫോൾട്ടായിട്ട്. അപ്പോൾ ആ എററിൻ്റെ ടൈപ്പ് അങ്ങനെ ഒരു എറർ ഉണ്ടാവുകയാണെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ജനറേറ്റ് ആവുക. അതുപോലെ വെർച്വൽ മെഷീൻ എറർ, അപ്പോൾ ജാവ റൺ ചെയ്യുന്നത് ജാവ വെർച്വൽ മെഷീൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ വെർച്വൽ മെഷീനകത്ത് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ ഈ ടൈപ്പ് ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും എറർ ജനറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സെപ്ഷൻ ക്ലാസ്സസിൻ്റെ പേര്. ഇനിയും ഒരുപാട് എണ്ണം ഉണ്ട്, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത്രയെങ്കിലും ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ ടൈപ്പ് എന്തെങ്കിലും ഒരു റൺ ടൈം എറർ ഉണ്ടാവുകയാണെങ്കിൽ ഈ ക്ലാസ്സസിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. ഓക്കെ, exception handling in Java. In Java, exception handling is managed by 5 keywords. അപ്പോൾ ജാവയിൽ നമ്മൾ ഈ 5 കീവേഡ്സ് ഉപയോഗിച്ചിട്ടാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റത് ട്രൈ, രണ്ടാമത്തെ ക്യാച്ച്, 3 ത്രോ, 4 ത്രോസ്, 5 ഫൈനലി. ഇതൊക്കെ കീവേഡ്സ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാം സ്മോൾ ലെറ്ററിലായിരിക്കും. അപ്പോൾ ഈ 5 കീവേഡിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ജാവയിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത് ഓരോന്ന് എന്താണെന്ന് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസിങ് ട്രൈ ക്യാച്ച്. അപ്പോൾ ട്രൈ ക്യാച്ച് എന്ന് പറഞ്ഞ ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് നടത്തുക നിങ്ങൾ CPP പഠിച്ചതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഇത് രണ്ട് ബ്ലോക്കാണ്. ട്രൈ എന്ന് പറഞ്ഞൊരു ബ്ലോക്കും ഉണ്ടാവും, ക്യാച്ച് എന്ന് പറഞ്ഞൊരു ബ്ലോക്കും ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ട്രൈ എന്ന് പറഞ്ഞ ഓപ്പൺ ബ്രേസ് ക്ലോസ് ബ്രേസ് ഒരു ബ്ലോക്ക്, ക്യാച്ച് എന്ന് പറഞ്ഞ് ഗ്രീൻ കളറിൽ കാണുന്ന ഒരു ബ്ലോക്ക്, അതിന് ഓപ്പൺ ബ്രേസും ക്ലോസ് ബ്രേസും ഉണ്ടാവും. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ എറർ വരാൻ സാധ്യതയുള്ള ബ്ലോക്ക് ഓഫ് കോഡ്സ്, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ആ പ്രോഗ്രാമിൻ്റെ ആ പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രൈ എന്ന് പറഞ്ഞ ബ്ലോക്കിനകത്താക്കും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ റൺ ടൈമിൽ എന്തെങ്കിലും എക്സെപ്ഷൻസ് വരികയാണെങ്കിൽ ആ എക്സെപ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സെപ്ഷൻ ഒബ്ജക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളിവിടെ ഒരു ക്യാച്ച് ബ്ലോക്ക് എഴുതിയിട്ടുണ്ട്, ക്യാച്ച് ബ്ലോക്ക്. അപ്പോൾ ആ ക്യാച്ച് ബ്ലോക്ക് എഴുതുന്ന സമയത്ത് ക്യാച്ച് ബ്ലോക്കിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, ഇവിടെ എക്സെപ്ഷൻ്റെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഒരു അരിത്മെറ്റിക് എക്സെപ്ഷൻ ഉണ്ടാകുന്ന ഇവിടെ ക്ലാസ്സിൻ്റെ പേര് അരിത്മെറ്റിക് എക്സെപ്ഷൻ എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു IOS എക്സെപ്ഷൻ ആണെങ്കിൽ നമ്മളിവിടെ IO എക്സെപ്ഷൻ എന്നായിരിക്കും ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുക. SQL എക്സെപ്ഷൻ ആണെങ്കിൽ ഇവിടെ SQL എക്സെപ്ഷൻ ആയിരിക്കും കൊടുക്കുക. ഇതാണ് എക്സെപ്ഷൻ ടൈപ്പ്. പിന്നെ ഈ ക്ലാസ്സിൻ്റെ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ്, ഒരു വേരിയബിൾ ഇവിടെ ഉണ്ടാക്കി വെക്കുക. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ട്രൈ ക്യാച്ച്. Program statement that we want to monitor for exception are placed inside try block. അപ്പോൾ എറർ വരാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്റ്, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആ പ്രോഗ്രാമിനകത്തുള്ള ഒരു പോർഷൻ, ആ പോർഷൻ നമ്മൾ ട്രൈ ബ്ലോക്കിനകത്തിടും. when an exception occur inside a try block, ആ ട്രൈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ an exception object will be generated. ആ എക്സെപ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു കുറേ ക്ലാസ്സസ് ഉണ്ട് ബിൽട്ടിൻ ആയിട്ടുള്ള, ആ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഓക്കെ, the catch block is used to catch the exception object and handle it. അപ്പോൾ തൊട്ട് താഴെ ട്രൈൻ്റെ തൊട്ട് താഴെ നമ്മൾ ക്യാച്ച് ബ്ലോക്ക് കമ്പൽസറി ആണ്, നിർബന്ധമായിട്ടും ക്യാച്ച് ബ്ലോക്ക് വേണം. ട്രൈ മാത്രം എഴുതിയാൽ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല, ക്യാച്ച് കമ്പൽസറി ആണ്, കമ്പൈൽ തന്നെ ആവില്ല പ്രോഗ്രാം. അപ്പോൾ ഒരു ട്രൈക്ക് ഒരു ക്യാച്ചെങ്കിലും നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ആ ക്യാച്ച് ബ്ലോക്കിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടാവും ആ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള കോഡ്. ഓക്കെ, അപ്പോൾ ഈ എക്സെപ്ഷൻ ട്രൈയിൽ എക്സെപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ക്യാച്ചിലേക്ക് പോവും, എന്നിട്ട് ആ എക്സെപ്ഷൻ അവിടെ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഓക്കെ, നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പോർഷനാണ്, മൊത്തമായിട്ട് ഫുൾ പ്രോഗ്രാം ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റ് എക്സ് ഈക്വൽ 10/0. ഓക്കെ, ഇവിടെ 0 കൊണ്ട് 10നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവിഷൻ ബൈ 0 എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല, നോട്ട് പോസിബിൾ ആണ്. ഓക്കെ, അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു എറർ ഉണ്ടാവും. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്യുന്ന സമയത്ത് ഇത് മനസ്സിലാവില്ല, കമ്പൈൽ ചെയ്യുന്ന സമയത്തൊന്നും ഇത് മനസ്സിലാവില്ല. കാരണം സിൻടാക്സ് എറേഴ്സ് മാത്രമല്ലേ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ റൺ ടൈം എറേഴ്സിൽ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ റൺ ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു എക്സെപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡിവിഷൻ ബൈ 0 എന്ന് പറഞ്ഞാൽ അത് ഈ ടൈപ്പിൽ പെട്ടതാണ്, അരിത്മെറ്റിക് എക്സെപ്ഷനിൽ പെട്ടതാണ് ഡിവിഷൻ ബൈ 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിവിഷൻ ബൈ 0നെ ക്യാച്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ആ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന ടൈപ്പാണ് എക്സെപ്ഷൻ്റെ ടൈപ്പ്. അപ്പോൾ ഡിവിഷൻ ബൈ 0 ആയതുകൊണ്ട് അതൊരു അരിത്മെറ്റിക് എക്സെപ്ഷൻ ആണ് അതിൻ്റെ ടൈപ്പ്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ദെൻ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ്, എക്സെപ്ഷൻ്റെ പേരിൽ ഒരു എന്നോ എന്തെങ്കിലും ഒരു പേര്, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ദെൻ അതിനകത്ത് ഈ എക്സെപ്ഷൻ ഉണ്ടാകുമ്പോൾ എന്താണോ നടക്കേണ്ടത് അതിവിടെ ഡിഫൈൻ ചെയ്യാം, ഓപ്പൺ ബ്രേസ് ക്ലോസ് ബ്രേസിനകത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി ജസ്റ്റ് ഒരു ഡിവിഷൻ ബൈ 0 നോട്ട് പോസിബിൾ എന്ന് പറയുന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യും. എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്താൽ നേരെ ആ ഒരു എക്സെപ്ഷൻ ഒബ്ജക്റ്റ് ഉണ്ടാവും. ആ ഉണ്ടാവുന്ന ഒബ്ജക്റ്റ് അരിത്മെറ്റിക് എക്സെപ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിലേക്ക് കോപ്പി ചെയ്യും. ദെൻ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. നോർമലി ഇതൊന്നും ഇങ്ങനെ ഒരു പ്രിൻ്റ് ഓഫ് ഒന്നുമില്ല ഉണ്ടാവും. ഇവിടെ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ നമുക്കവിടെ ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രം വന്നാൽ മതി, ഡിവിഷൻ ബൈ 0 നോട്ട് പോസിബിൾ. അപ്പോൾ ഈ മെസ്സേജ് എഴുതി കാണിക്കും. അല്ലാതെ പ്രോഗ്രാം ഒരിക്കലും സ്റ്റക്ക് ആവില്ല. ഈ മെസ്സേജ് എഴുതി കാണിച്ച് തൊട്ട് താഴെയുള്ള ലൈൻ ഏതാണോ അവിടെ മുതൽ കണ്ടിന്യൂ ചെയ്യും എക്സിക്യൂഷൻ. ഇനി ട്രൈയും ക്യാച്ചും ഒന്നും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് എക്സെപ്ഷൻ ആവും. എക്സെപ്ഷൻ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം അവിടെ സ്റ്റക്ക് ആവും, എറർ വരും, പ്രോഗ്രാം സ്റ്റക്ക് ആവും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ട്രൈ ക്യാച്ച് വെച്ചിട്ട് എങ്ങനെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് നടത്തുന്നു. ഇനി എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസിങ് ട്രൈ വിത്ത് മൾട്ടിപ്പിൾ ക്യാച്ച്. ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ നമ്മൾ ഒരു ട്രൈയും ഒരു ക്യാച്ചുമാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഒരു ക്യാച്ച് ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ടൈപ്പ് എക്സെപ്ഷനെ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ അരിത്മെറ്റിക് എക്സെപ്ഷൻ മാത്രമാണ് ഹാൻഡിൽ ചെയ്തത്. ചിലപ്പോൾ ആ ബ്ലോക്ക് തന്നെ SQL എക്സെപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും, ചിലപ്പോൾ IO എക്സെപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രൈൻ്റെ കൂടുതൽ, ഇപ്പോൾ ഈ ബ്ലോക്കിൽ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഡിഫൈൻ ചെയ്യാം. എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഒരു ട്രൈക്ക് ഒരു ക്യാച്ച് കമ്പൽസറി ആണ്. അങ്ങനെ എത്ര എണ്ണം കൂടുതൽ വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒരു ക്യാച്ചിൽ ഒരു ടൈപ്പ് എക്സെപ്ഷനെ മാത്രമേ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സെപ്ഷൻ ടൈപ്പ് 1 എന്നുള്ളടത്ത് അരിത്മെറ്റിക് എക്സെപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കോഡ് എഴുതാം. ഇവിടെ SQL എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എക്സെപ്ഷൻ ടൈപ്പ് 2ൽ SQL എക്സെപ്ഷൻ എന്ന് കൊടുത്താൽ മതി, അതിനെ ഹാൻഡിൽ ചെയ്യാം. അങ്ങനെ IO എക്സെപ്ഷൻ വേണമെങ്കിൽ മൂന്നാമതൊരു ക്യാച്ചും കൂടി ഉണ്ടാക്കാം. അപ്പം അങ്ങനെ ഒരു ട്രൈക്ക് എത്ര ക്യാച്ച് ബ്ലോക്ക് വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ക്യാച്ച് ബ്ലോക്കിൽ ഒരു എക്സെപ്ഷൻ ടൈപ്പ് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ട്രൈയിൽ പല ടൈപ്പ് എക്സെപ്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ക്യാച്ച് ബ്ലോക്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളോട് കൊടുത്തത്. ഇനി ലാസ്റ്റ് ഒരു മെത്തേഡ് കൂടി ഉണ്ട്, ട്രൈ ക്യാച്ച് ഫൈനലി ബ്ലോക്ക്. അപ്പോൾ ഒരു ട്രൈ ബ്ലോക്ക് ഉണ്ടാവും, ഒരു ക്യാച്ച് ബ്ലോക്ക് ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബ്ലോക്കും കൂടി ഉണ്ടാവും, ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഫൈനലി ബ്ലോക്കിന് ഉപയോഗം എന്താ വെച്ചാൽ ദ ഫൈനലി ബ്ലോക്ക് ഈസ് യൂസ്ഡ് ടു റൺ എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൽസറിലി. ഇപ്പോൾ ഫൈനലി ബ്ലോക്കിന് ഉപയോഗം ഇറ്റ് ഈസ് യൂസ്ഡ് ടു റൺ എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൽസറിലി. ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൽസറി ആയിട്ട് റൺ ചെയ്യാം. വെനെവർ എ ട്രൈ ക്യാച്ച് ബ്ലോക്ക് എക്സിറ്റ്, ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും എ സെറ്റ് ഓഫ് കോഡ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫൈനലി എന്ന് പറഞ്ഞ ബ്ലോക്ക് യൂസ് ചെയ്യാം. ഓക്കെ, the finally block will be executed even if the catch block does not execute. അപ്പോൾ ക്യാച്ച് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആ ഫൈനലി എന്ന് പറഞ്ഞ ബ്ലോക്ക് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ട്രൈ ബ്ലോക്ക് അതിൻ്റെ ഫംഗ്ഷൻ സെയിം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എറർ വരാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ട്രൈക്കകത്ത് ചെയ്തു. പിന്നെ ആ ഒരു ട്രൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്യാച്ച് വേണം. ആ ക്യാച്ചിനകത്ത് എക്സെപ്ഷൻ്റെ ടൈപ്പ് നമ്മൾ കൊടുക്കും, അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും, ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഈ എക്സെപ്ഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് നടക്കേണ്ടതെന്ന് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യും. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഒരു ബ്ലോക്കും കൂടി എഴുതും, ഫൈനലി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫൈനലി എന്ന് പറഞ്ഞ ഈ ബ്ലോക്കിനകത്ത് നമ്മൾ എന്താണോ എഴുതുന്നത് അത് നിർബന്ധമായിട്ടും ഈ ട്രൈ ക്യാച്ച് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഈ ട്രൈയിൽ ഇവിടെ എക്സെപ്ഷൻ ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ ക്യാച്ചിലേക്ക് പോവുകയില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നേരെ ഫൈനലി എന്ന് പറഞ്ഞ ബ്ലോക്കിലേക്ക് പോകും, ഇവിടെ ഉള്ളത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും എന്തെങ്കിലും ഓപ്പറേഷൻസ് നടക്കണമെങ്കിൽ അത് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം, ഈ ഫൈനലി എന്ന് പറഞ്ഞ ബ്ലോക്കിനകത്ത്. അപ്പോൾ അതെന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫൈനലി എന്ന് പറഞ്ഞ ബ്ലോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ജാവയിലെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ പോർഷനകത്ത് വരുന്നത്. ഓക്കെ, ഇനി ഈ യൂണിറ്റിനകത്ത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. മിക്കവാറും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് മുമ്പത്തെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ചത് റൈറ്റ് ദ സിൻടാക്സ് ഓഫ് ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഇൻ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ട്രൈ ക്യാച്ച് ബ്ലോക്കിൻ്റെ സിൻടാക്സ് ആണ് ചോദിച്ചത്. അപ്പോൾ സിൻടാക്സ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം, ട്രൈ എന്ന് പറഞ്ഞ ബ്ലോക്ക്. അപ്പോൾ ആ സ്ട്രക്ചർ മാത്രം വരച്ച് വെച്ചാൽ മതി. ഓക്കെ, 6 മാർക്കുണ്ടായിരുന്നു, ഒക്ടോബർ 2017 ചോദിച്ചാൽ. വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് എക്സെപ്ഷൻ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സെപ്ഷൻസ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എക്സെപ്ഷൻ്റെ ക്ലാസ്സസ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ത്രോബിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ സബ്ബായിട്ട്
എറർ എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്, എറർ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അണ്ടറിൽ കുറേ ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് 8 മാർക്ക് ഉണ്ട്. ദെൻ റൈറ്റ് ദ സിൻടാക്സ് ഓഫ് ട്രൈ ക്യാച്ച് ഫൈനലി. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സെക്ഷൻ ഇൻ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസത്തിൽ ട്രൈ ക്യാച്ച് ഫൈനലിൻ്റെ സിൻടാക്സ് എഴുതാനാണ് പറഞ്ഞ് തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്നെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതിന് 2017 ചോദിച്ച് 6 മാർക്ക്. പിന്നെ എക്സ്പ്ലെയിൻ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം ഇൻ ജാവ വിത്ത് എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത് ജാവയിൽ. അപ്പോൾ എന്താണ് എക്സെപ്ഷൻ എഴുതുക, കീവേഡ്സ് എഴുതുക, എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു ട്രൈ ക്യാച്ച് എഴുതുക, അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. 8 മാർക്ക് ഉണ്ടാവും. ലിസ്റ്റ് എനി 4 ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ്. ലിസ്റ്റ് ചെയ്യാനാണ് പറയുക. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പേര് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഒരു 4 എക്സെപ്ഷൻസിൻ്റെ പേര് ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് IO എക്സെപ്ഷൻ, SQL എക്സെപ്ഷൻ, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, അരിത്മെറ്റിക് എക്സെപ്ഷൻ, അങ്ങനെ ഏതെങ്കിലും ഒരു 4 എക്സെപ്ഷൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി. ദെൻ എക്സ്പ്ലെയിൻ അബൌട്ട് മൾട്ടിപ്പിൾ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ് ട്രൈ വിത്ത് മൾട്ടിപ്പിൾ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ട്രൈ ബ്ലോക്ക് ചെയ്താൽ രണ്ടാമതിലെത്തുമ്പോൾ ക്യാച്ച് ബ്ലോക്ക് ചെയ്താൽ അതിൻ്റെ സിൻടാക്സ് ആയിട്ട് എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് ഈ മൊഡ്യൂളിനകത്തുള്ള. ഒന്ന് മൾട്ടി ത്രെഡിങ് നമ്മൾ നേരത്തെ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പറഞ്ഞു തന്നു. രണ്ടാമത്തെ സെക്ഷനാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലെ എന്താ പറയുക മെറ്റീരിയൽസ് എഴുതിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പം താങ്ക് യു വെരി മച്ച്.